ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ക്ലിപ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഐഡിയ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തിന് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ കൈ വിരൽ വെച്ചുകൊണ്ട് രണ്ട് സൈഡിനെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇതിനുശേഷം സൂചി നൂല് ഉപയോഗിച്ചുകൊണ്ട് തുന്നി കൊടുക്കാം, ഇല്ലെങ്കിൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് നൂല് കൊണ്ടൊന്ന് കെട്ടിക്കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു ബട്ടർഫ്ലൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫോം ഷീറ്റിൻ്റെ കട്ട് പീസ് എടുത്തിട്ടുണ്ട്. അതിന് റൗണ്ടായിട്ട് നല്ല ടൈറ്റായിട്ട് ഒന്ന് ചുറ്റി ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ഒട്ടിച്ച് നിർത്താം. നെറ്റ് ക്ലോത്തിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. ഡ്രസ്സുകളൊക്കെ തയ്ച്ചെടുക്കുന്ന സമയത്ത് വേസ്റ്റ് വന്നിട്ടുള്ള കട്ട് പീസുകളെല്ലാം നമുക്കിതുപോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല ആ ഒരു ഡ്രസ്സിലേക്ക് മാച്ചായിട്ടുള്ള രീതിയിലുള്ള ഹെയർ ക്ലിപ്സുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അടുത്ത ഹെയർ ക്ലിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഫോം ഷീറ്റിൻ്റെ 4 സൈഡിലും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം കിട്ടുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സെൻറ്റർ അളവും കൂടി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവിടെ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഡോട്ടിൽ നിന്ന് ആ ഡോട്ടിലേക്ക് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു കോർണർ ഭാഗം ഇതിലേക്ക് ഇങ്ങനെ മടക്കി ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കട്ടിങ്സ് കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ബട്ടർഫ്ലൈൻ്റെ ലുക്കിലാണ് അപ്പോൾ കിട്ടുന്നത്. അതിനുശേഷം അതിൻ്റെ ആ ഒരു കോർണർ ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. 4 സൈഡിലും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ക്ലോത്ത് പീസിനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്ലിപ്പിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്തുക. അതോടെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. വി ഷേപ്പിൽ ഒരു ക്ലോത്ത് പീസിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഞൊറിവുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് തുന്നി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ചേർത്ത് ഒന്ന് ഗ്ലൂ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ ഒരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കി അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫോം ഷീറ്റിനെ ഒട്ടിച്ചെടുക്കാം. ഫോം ഷീറ്റിനെ നല്ല ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. കൂടെ തന്നെ ഒരു ഹെയർ ക്ലിപ്പ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. അതിനായിട്ടൊരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കോർണറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു സ്റ്റിക്കറായിട്ടുള്ള ഫോം ഷീറ്റായിരുന്നു. മറ്റേത് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത് വെച്ച് ചെയ്യുന്നത്. കോർണറിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് നിർത്തുകയാണ് ചെയ്യേണ്ടത്. ഒരു റിബൺ എടുത്തിട്ടുണ്ട്. ആ ഒരു റിബണെ നമുക്കിതുപോലെ മടക്കി അതിൻ്റെ അടിയിലായിട്ട് ലൈറ്റർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അവിടെയും ലൈറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ സെൻറ്റർ ഭാഗം ഉള്ളിലേക്കാക്കിയിട്ടൊന്ന് പിടിക്കുന്നുണ്ട്. അതിൻ്റെ 2 വശങ്ങളും ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് മടക്കിയെടുക്കുക. അതിനുശേഷം ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ 5 പെറ്റൽസുകളെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയെല്ലാം ഒന്ന് കോർത്തെടുക്കാം. ഇങ്ങനെ കോർത്തെടുത്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അടിയിലായിട്ട് ചേർത്ത് ഒന്ന് തുന്നി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ഫോം ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്ലവറിനെ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ലെയറായിട്ടാണ് ഫ്ലവറിന് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് സെക്കൻഡ് ലെയർ കൂടി വെച്ച് കൊടുക്കാം.
അതിനുശേഷം ഒരു ഫോം ഷീറ്റിനെ ചുറ്റി ഒന്ന് ഗ്ലൂ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ഒരു ക്ലിപ്പ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കാൻ മറക്കരുത്. അടുത്ത ദിവസം കിടിലനായിട്ടുള്ള ഒത്തിരി ഐഡിയാസുമായിട്ട് വരുന്നുണ്ട്. അതിനെയെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയധികം ബൺസും ക്ലിപ്സും എല്ലാം ഉണ്ടാക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അടുത്ത ദിവസം കാണാം. താങ്ക് യു.